കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സാധാരണ രീതിയിൽ ദോശമാവ് ഉപയോഗിച്ചാണ് പണിയാരം തയ്യാറാക്കിയെടുക്കാറ്. പക്ഷെ നമ്മുടെ കയ്യിൽ ദോശമാവ് ഇല്ലെങ്കിലും ഇൻസ്റ്റൻ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള പണിയാരം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടിട്ടുണ്ട്. ഒരു പാനിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ആ എണ്ണ ചൂടായതിന് ശേഷം ഒരു ചെറിയൊരു സവോള എടുത്താൽ മതി, അല്ലെങ്കിൽ കുറച്ച് സവോള എടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സവോള അങ്ങോട്ട് ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഒരു പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ പച്ചമുളക് നമുക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരു മീഡിയം സൈസ്ഡ് ക്യാരറ്റിൻ്റെ പകുതി ഭാഗമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. തൊലിയെല്ലാം കളഞ്ഞ് കഴുകിയതിന് ശേഷം ഗ്രേറ്ററിൻ്റെ ഏറ്റവും ചെറിയ ബ്ലേഡിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റാണ്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് പ്രത്യേകിച്ച് പച്ചക്കറികളൊക്കെ കഴിക്കാൻ മടിയുള്ള പിള്ളേരാണെങ്കിൽ ഇതേപോലെ ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരറിയാണ്ട് തന്നെ പച്ചക്കറി ഉള്ളിലോട്ട് ചെല്ലുകയും ചെയ്യും. കാരണം നല്ല ടേസ്റ്റാണ് സംഭവത്തിന്, അതുകൊണ്ട് അറിയ പോലും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലക്കൊക്കെ ഇതിൻ്റെ കൂടെയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ, അതൊക്കെ നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ക്യാരറ്റ് അങ്ങനെ മുഴുവനായിട്ട് വേകണം എന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുത്ത് മാറ്റി വയ്ക്കുക. ഒരു പാത്രത്തിലോട്ട് നമുക്ക് 1.5 കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്ത റവയാണ് കേട്ടോ ഇത്. അപ്പോൾ മെഷറിംഗ് കപ്പിൻ്റെ 1.5 കപ്പ് റവയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ 1 കപ്പ് തൈരും ചേർത്ത് കൊടുക്കുക. കുടിക്കുന്ന വെള്ളം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് എത്ര വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു അളവ് പറഞ്ഞു എന്ന് മാത്രം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ അളവ് ശരിക്കും പറഞ്ഞാൽ മതിയാകില്ല, ഇതിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ മിക്സ് ഉണ്ടല്ലോ, നമ്മളുടെ പച്ചക്കറി എല്ലാം കൂടി ഇട്ട് ചെയ്തിട്ടുള്ള, അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതിലോട്ട് ഏകദേശം 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ മെഷറിംഗ് കപ്പിൽ റവ അളന്നെടുത്ത അതേ കപ്പിൽ ഒരു 1.5 കപ്പ് ഏകദേശം അത്രയും വെള്ളമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് എനിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളതും. അപ്പോൾ നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ ഇതേപോലെ ഇരിക്കും. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഓരോ റവ അനുസരിച്ചിരിക്കും. ചിലപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ വെള്ളം വേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ചുകൂടെ കുറവ് വെള്ളം വേണ്ടി വരും. അപ്പോൾ അതനുസരിച്ച് ചെയ്യുക. പക്ഷെ ഈ ഒരു പരുവത്തിൽ വേണം ഇതെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം. കുറച്ച് സമയം, ഒരു 20 മിനിറ്റെങ്കിലും നമുക്കൊന്ന് സൈഡിലോട്ട് മൂടി വയ്ക്കണം. ഇപ്പോൾ 20 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഫ്രഷ് ആയിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 5-6 കറിവേപ്പില എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പണിയാരത്തിന് നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ച് മല്ലിയിലയും വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷെ ഇന്ന് ഞാൻ കറിവേപ്പില മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. 2 നുള്ള് ബേക്കിംഗ് സോഡ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഈ റവയെല്ലാം കലക്കി വെച്ച് 20 മിനിറ്റ് മൂടി വെച്ചല്ലോ, ആ സമയത്തൊന്നും ചേർക്കരുത്. ഇത് എപ്പോഴാണോ നിങ്ങൾ ചുട്ടെടുക്കാൻ പോകുന്നത് ആ സമയത്ത് വേണം നിങ്ങൾ ബേക്കിംഗ് സോഡ ചേർത്ത് വെക്കാനായിട്ട്. അല്ലാണ്ട് കുറേ സമയം മുമ്പ് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് നന്നായിരിക്കില്ല, ഇതിൻ്റെ ആ ഒരു കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നമ്മളിത് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് വേണം ഇതേപോലെ ബേക്കിംഗ് സോഡ ചേർക്കാനായിട്ട്. അതും വെറും 2 പിഞ്ച് ചേർത്താൽ മതി. പണിയാരം തയ്യാറാക്കി എടുക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു നോൺ സ്റ്റിക്ക് ഉണ്ണിയപ്പച്ചട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറവ് എണ്ണ ഉപയോഗിച്ചാൽ മതി. നമ്മൾ സാധാരണ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ധാരാളം എണ്ണ ഇട്ടാലാണ് നമുക്ക് ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. പക്ഷെ കണ്ടില്ല, ഇത്രയും കുറവ് എണ്ണ മാത്രം ഇട്ടാൽ മതി, ഒരുപാട് എണ്ണയുടെ ആവശ്യമേ ഇല്ല.
പിന്നെ ഞാനിങ്ങനെ ഇട്ടതിന് ശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് ഈ ഉണ്ണിയപ്പച്ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കും കേട്ടോ. അതങ്ങനെ ചുറ്റിച്ചെടുക്കുന്നത് എന്താ വെച്ചാൽ ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. എന്നിട്ട് നമുക്ക് ആ എണ്ണയൊന്ന് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലോട്ട് ഓരോ കണത്തിലോട്ട് ഇപ്പോൾ എണ്ണയൊക്കെ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഓരോന്നിലോട്ടും ഞാൻ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാൻ ഇതിലായിട്ട് ഉപയോഗിച്ചിട്ടുള്ള എണ്ണ, അതായത് ഞാൻ നേരത്തെ പച്ചക്കറിയും സവോളയൊക്കെ ഇട്ട് വഴറ്റിയപ്പോഴും പിന്നെ ഇപ്പോഴും ഉപയോഗിച്ചിട്ടുള്ള എണ്ണ എന്ന് വെച്ചാൽ ഞാൻ കനോള ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാം, പക്ഷെ ഇതിനായിട്ട് വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത്. പിന്നെ ആ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ എണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതേപോലെ ഓരോ കളത്തിലും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മൂടി വെക്കണം. അപ്പോൾ മൂടി വെച്ച് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. ഏറ്റവും ആദ്യം മൂടി വയ്ക്കാം. അപ്പോൾ മൂടി വയ്ക്കുമ്പോൾ ഒരു ഏകദേശം ഒരു മിനിറ്റോളം മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതായത് പുറം ഭാഗം കരിഞ്ഞു പോകും, ഉൾഭാഗം വേഗയില്ല. അപ്പോൾ ഇപ്പോഴൊരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ വറുത്തെടുക്കാനായിട്ട്. ഏകദേശം ഒരു മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ മൂടിയെ മാറ്റി വെച്ചിട്ട് ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുവാണ്. പക്ഷേ ഇപ്പം തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് ബ്രൗൺ ആയിട്ടില്ല. അതായത് എല്ലാം ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം കുറച്ച് സമയം കൂടി അങ്ങോട്ട് കിടന്ന് വറുത്ത് എടുക്കാം നമുക്ക്. അതായത് ഇനി മൂടി വെച്ച് വേവിക്കേണ്ട, തുറന്ന് വെച്ച് വേവിക്കാം. ആദ്യത്തെ ഒരു മിനിറ്റ് മാത്രമാണ് നമ്മൾ മൂടി വെച്ച് വേവിക്കുന്നത്. പിന്നെ നമ്മൾ തുറന്ന് വെച്ചിട്ട് രണ്ട് സൈഡും ബ്രൗൺ ആവണം. അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം. കാരണം ഞാൻ രണ്ട് സൈഡും ബ്രൗൺ ആവണം. ബ്രൗൺ എന്ന് പറയുന്നത് ഒരു ഇളം ബ്രൗൺ കളറാണ് ആകേണ്ടത്. കണ്ടില്ലേ? ഇതേപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇടയ്ക്ക്, കാരണം ആ ബ്രൗൺ കളർ ആകണ വരെ. ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നല്ല ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പണിയാരം എന്ന് വെച്ചാൽ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, അകത്ത് അത്യാവശ്യം സോഫ്റ്റ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഈ പണിയാരം ഒറ്റയ്ക്ക് കഴിക്കണേലും ടേസ്റ്റ് ഏതെങ്കിലും ഒരു ചട്നിയുടെ കൂടെ കഴിക്കാനായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ചട്നിയുടെ കൂടെ പണിയാരം സെർവ് ചെയ്യാവുന്നതാണ്. ഇന്ന് ഞാൻ സെർവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹൈ കിച്ചൺ സ്പെഷ്യൽ 1 മിനിറ്റ് നോ കുക്ക് മുളക് ചട്നിയാണ്. ആ റെസിപ്പി വീഡിയോ കുറേ പേരൊന്നും കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണുക. യൂട്യൂബിൽ വേറെ ആരും തന്നെ അങ്ങനെ ഒരു ചട്നീൻ്റെ റെസിപ്പി ചെയ്ത് കാണുമെന്ന് എനിക്ക് തോന്നണില്ല. വളരെ സിമ്പിളാണ്, ഈസിയാണ്, ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാ പ്രാവശ്യം അത് തന്നെ മതി എന്ന് പറയും. അത്രയും ടേസ്റ്റിയാണ്. ഞാൻ ഗ്യാരണ്ടി തരുവാണ്, അത്രയും സൂപ്പർ ചട്നിയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഒരു പണിയാരത്തിൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ആ ഒരു 1 മിനിറ്റ് നോ കുക്ക് മുളക് ചട്നി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചട്നിയുടെ കൂടെയും ഈവൻ സാമ്പാറിൻ്റെ കൂടെയൊക്കെ കൂട്ടാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.